Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. പട്ടാമ്പി ടൗണിൽ അഴുക്കുചാൽ നവീകരണത്തിന് തടസ്സമായി ഇറക്കിക്കെട്ടിയ അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റാൻ വ്യാപാരികൾക്ക് നഗരസഭയുടെ അന്ത്യശാസനം. പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റുമെന്നാണ് മുന്നറിയിപ്പ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന് മുന്നിലെ അഴുക്കുചാൽ വൃത്തിയാക്കാത്തത് മൂലം മലിനജലം റോഡിലേക്ക് പറന്നൊഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. താൽക്കാലികമായുള്ള പ്രവർത്തികൾ ഇവിടെ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അഴുക്കുചാലിന്റെ സ്ലാബുകൾ പൂർണ്ണമായും മാറ്റിയുള്ള നവീകരണ പ്രവൃത്തികൾ നടത്തിയാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളും പാതി വഴിയിലാണ്. ഈ സാഹചര്യത്തിലാണ് നഗരസഭ അഴുക്കുചാൽ നവീകരണത്തിനായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രവൃത്തികൾ ആരംഭിക്കണമെങ്കിൽ അഴുക്കുചാൽ ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അനധികൃതമായി ഇറക്കിക്കെട്ടിയ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റണം. പലതവണ നഗരസഭ ഇക്കാര്യം വ്യാപാരികളോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ചില വ്യാപാരികൾ ഇത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മറ്റു ചിലർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പൊളിച്ചു മാറ്റാൻ എല്ലാ വ്യാപാരികളും സന്നദ്ധരാണെങ്കിലും പ്രവർത്തികൾ നടക്കുന്നില്ലെന്ന് മാത്രം. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വ്യാപാരി പ്രതിനിധികളും സ്ഥലം വീണ്ടും സന്ദർശിച്ച വ്യാപാരികളുമായി ചർച്ച നടത്തിയത്. അനധികൃതമായി ഇറക്കിക്കെട്ടിയ ഭാഗങ്ങൾ അടിയന്തരമായി പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റുവാനും കർശന നടപടികൾ സ്വീകരിക്കുവാനുമാണ് തീരുമാനമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഒരാഴ്ചയായിട്ട് ഇവിടെ രൂക്ഷമായിട്ട് വെള്ളക്കെട്ടുണ്ട്. ഇപ്പം KRFP ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഇവിടെ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദുർഗന്ധവും വെള്ളക്കെട്ട് ഒരുപാട് കൂടിയിട്ടുമുണ്ട്. അപ്പൊ ഇന്ന് ചെയർപേഴ്സന്റെയും വ്യാപാര വ്യവസായ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാപാരികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാനയിലേക്കുള്ള ഉയർത്തിക്കെട്ടലുകൾ എന്തായാലും പൊളിച്ചു മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പൊളിച്ചു മാറ്റണം, എങ്കിൽ മാത്രമേ ഈ പണികൾ നടക്കത്തുള്ളൂ. ഈ പൊളിച്ചു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. നഗരസഭാ ചെയർമാൻ TP ഷാജി, സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മൊഴിക്കുന്നം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി സന്തോഷ്, മറ്റു ഭാരവാഹികളും നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു.